എല്ലാവർക്കും മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സ്റ്റോൾസിന്റെ കളക്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഈ വീഡിയോ വന്ന് 24 ഹവേഴ്സിനുള്ളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പ്രൈസ് 799 ആണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതുപോലെ തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞ ഏതാനും മാസങ്ങളുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ കുറച്ച് പേഴ്സണൽ ടോക്കുകളും അതുപോലെ കുറച്ച് മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. എന്നെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഷോപ്പ് തുടങ്ങാനുണ്ടായ കാര്യങ്ങളും അത് വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളത് സ്വീകരിച്ചത്. ഒത്തിരി നല്ല റെസ്പോൺസാണ് എനിക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഞാൻ തന്നെ നിർത്തിയതാണ് കേട്ടോ. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, ഡെയിലി പറയാനുള്ള ഒരു കണ്ടന്റിന്റെ ഒരു ക്ഷാമം ഒന്നാമത്തെ കാര്യം. പിന്നെ ഇഷ്ടംപോലെ ചാനലുകളിൽ ഇങ്ങനെ നല്ല നല്ല സ്പീച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ ഇനി പ്രത്യേകിച്ച് പുതിയത് എന്താ പറഞ്ഞു വെക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ 1-2 ഇൻസിഡന്റ് എന്റെ മുന്നിൽ വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിങ്ങനെ ഒന്ന് പറയാന്ന് വിചാരിച്ചത്. വേറൊന്നുമല്ല, ഇപ്പൊ എത്ര പേര് ഈ ടോപ്പിക്ക് സെയിം സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവര് മറ്റുള്ള ചാനലുകൾ കേൾക്കുന്നേക്കാളും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ഇൻസ്പയർഡ് ആവുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാതെ വേറെ പലരും പറയുമ്പോൾ ഇൻസ്പയർഡ് ആവുന്നവരുണ്ടാവും. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമുക്ക് ചിലവരുടെ പ്രത്യേക ഇഷ്ടം തോന്നും. ചിലർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്നൊന്നും സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് അതൊരു പ്രചോദനം ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ ഒരു മോള് വന്നു. അപ്പോൾ അവള് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാനീ പറയുന്നത് എൻ്റെ ഏജ് ഗ്രൂപ്പും അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ ഏജിലുള്ള ലേഡീസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളെല്ലാം ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 50, 55, 60 ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് കോമൺലി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ വയ്യായികൾ, അവരുടെ വിഷമങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ആ ഒരു എന്താ പറയുക, ഏറ്റക്കുറച്ചിലും ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിൻ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവളുടെ മമ്മീനെ കുറിച്ചാണ്. മമ്മി 65+ മറ്റാണ്. അവർ 2 പെൺകുട്ടികളാണ്. അതുപോലെ പേരൻസ് ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു, റിട്ടയർഡ് ആണ്. അപ്പം സാമ്പത്തികമായിട്ടൊക്കെ നല്ല അത്യാവശ്യം ഓക്കെ ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് അവരുടേത്. അപ്പോൾ അവരുടെ മമ്മിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇനി ഒന്നും ഒരാവശ്യമില്ല. കാരണം 2 പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു. ഒരാൾ എബ്രോഡാണ്. പിന്നെ ഈ മോള് അവളുടെ കൂടെയല്ല, പേരൻസ് തനിച്ചും ഇവള് അവളുടെ വീട്ടിലുമാണ്. അവൾക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ ഇടയ്ക്ക് മമ്മി വന്ന് നിൽക്കും. അങ്ങനെയൊക്കെ സിസ്റ്ററിന്റെ അടുത്തും ഔട്ട് ഓഫ് ഇന്ത്യ മമ്മി പോയിരുന്നു. പക്ഷെ ഇനി ഞാൻ അങ്ങോട്ട് ഇല്ല, ഇനി എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. ആളുടെ ഒരു പ്രകൃതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പറയുന്നത് ചെറുപ്പത്തിൽ നല്ല എനർജറ്റിക്കായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് തയ്ക്കും, നല്ലതായിട്ട് കുക്ക് ചെയ്യും, അങ്ങനെ ഒത്തിരി ക്വാളിറ്റി ഉണ്ടായിരുന്ന മമ്മിയാണ്. പക്ഷെ ഇപ്പൊ ആയപ്പോ ആള് ഭയങ്കര ഉൾവലിയുന്ന ഒരു പ്രകൃതമാണെന്നാണ് അവള് പറയണത്. ഒന്നും ഇനി വേണ്ട, എനിക്ക് പിന്നെ എന്തിനാ നല്ല ഡ്രസ്സ് വേണ്ട, പുറത്തു പോയി ഒരു സ്ഥലങ്ങൾ കാണണ്ട, പുറത്ത് പോയി ഫുഡ് കഴിക്കണ്ട, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് എന്തിനു വിളിച്ചാലും ഇനിയിപ്പോൾ എന്തിനാ, എനിക്ക് വയ്യ. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് പറയുമ്പോഴും ആളൊരു നെഗറ്റീവിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവരിൽ എല്ലാവരിലും അത് ഫീൽ ചെയ്യാണ്. കാരണം മമ്മി ഹാപ്പി ആവാത്തതുകൊണ്ട് അവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അവരിപ്പോൾ ചെറിയ പ്രായമാണ്, അവർക്ക് ഓടിയേ മതിയാവുള്ളൂ, ചെറിയ കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയും മമ്മിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാവും എന്നൊക്കെ അവൾ ആശങ്കപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന പലരും ഇത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. സങ്കീർണമായ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ ഈ മെനോപ്പസിലൊക്കെ കടന്നു പോകുന്നത്. ഇപ്പം ആന്റി മെനോപ്പസ് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ ആളാണ്. പക്ഷേ ഈ മെനോപ്പസിന്റെ സ്റ്റാർട്ടിങ്ങിലും അതിന്റെ ആ ഒരു അനുബന്ധമായ സമയങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി മൂഡ് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനും അത് അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഞാൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന 1-2 കാര്യങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ആർക്കും പ്രശ്നങ്ങളില്ലാത്തതില്ല. നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് ഒന്നും നോക്കണ്ട. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ അതിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രയോറിറ്റി നമ്മൾ വെക്കണം. നമ്മളെ സഹായിക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ തന്നെ ഒന്ന് ചിട്ടപ്പെടുത്തി ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. നമ്മൾ സന്തോഷമായിരുന്നാൽ മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളവർക്കും ആ സന്തോഷം ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മളൊരു വീടിന്റെ മൂലയ്ക്ക് അല്ലെങ്കിൽ കട്ടിലേലോ ഒന്നിനും വയ്യ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഒരു 10 ദിവസം കടന്നു നോക്കി ആ വീട്ടിൽ ആകെ ഒരു നെഗറ്റീവ്
മൂഡായിരിക്കും വരിക. ഒരു വീട്ടിലെ വിളക്കെന്ന് പറയാനും അല്ലെങ്കിൽ ഒരു വീടിനെ ലൈവാക്കി വെക്കാനും സ്ത്രീകൾക്കുള്ള പങ്ക് ചെറുതല്ല. നമ്മളാണ് നമ്മുടെ ഓരോ കുടുംബത്തിലെയും ഒരു എല്ലാവരെയും കൂട്ടിയിണക്കി എല്ലാവരെയും നല്ലൊരു ബോണ്ടിങ്ങിൽ കൊണ്ടുപോകേണ്ടവർ നമ്മളാണ്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെറുതൊന്നും അല്ല. നമ്മൾ ഓർക്ക് മക്കൾ വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുറയുന്നു. പക്ഷെ ഒരിക്കലും അല്ല. ഒരു നല്ല ഫാമിലി ലൈഫിൽ നല്ലൊരു സ്ത്രീക്ക് നല്ല റോളുകളുണ്ട്. കാരണം അവൾ ഒന്നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കരുത്. അവൾ ഉൾവലിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സന്തോഷങ്ങളും അവിടുത്തെ കെട്ടുറപ്പും അങ്ങനെ എല്ലാത്തിനും ഒരു മങ്ങലേൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ മക്കളുടെയും നമ്മളുടെ ഫാമിലിയിലെ ഓരോരുത്തരുടെയും നമ്മളുടെ എല്ലാം ഒരു ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുക. തലേദിവസമേ നമ്മൾ പ്ലാൻ ചെയ്യുക നാളത്തെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അത് നമ്മൾ നമ്മുടെ ശാരീരികമായ അവസ്ഥയും മാനസികമായ അവസ്ഥയും അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പം എന്താ പറയണേ, ഡെയിലി ജോലിക്ക് പോകുന്നവർ അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ആ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ. പയ്യെങ്കിൽ നമ്മൾ അതിന് പോയേ മതിയാവും. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. മക്കൾ വലുതായി ഹയർ സ്റ്റഡീസിന് പുറത്ത് പോയേക്കുന്നു, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കുന്നു, ഇല്ലെങ്കിൽ മക്കൾ കൂടെ ഉണ്ടെങ്കിലും അങ്ങനെ വലിയ ഉത്തരവാദിത്വം വലിയ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അവരെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് കുറവ് മതിയല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയിലിരിക്കുന്നവരെ കുറിച്ചൊക്കെയാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ടൈം വെച്ചൊന്നും ഒരു വീട്ടിലെ ജോലികളൊന്നും തീർക്കണ്ട, അങ്ങനെയുള്ള വിഭാഗം ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മൾ ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും രാവിലെയും വൈകിട്ടും ഒരു പ്രാർത്ഥന നമുക്ക് മസ്റ്റാണ്. അത് നമ്മളിൽ നിറയ്ക്കുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു ഡെയിലി, ഇനി ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിയാൽ മതി നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം നിങ്ങൾക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഞാനതിൻ്റെ അനുഭവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ രാവിലെയും വൈകിട്ടും മറ്റുള്ളവരൊന്നും നോക്കണ്ട. ഇപ്പൊ എല്ലാ വീടുകളിലും, മിക്കവാറും വീടുകളിൽ ഈവനിങ്ങിൽ ഒരു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യൻസിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നിങ്ങൾ അതിൽ ആരെയും പഴി പറയാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ മാക്സിമം എല്ലാവരും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന പ്രാർത്ഥനയ്ക്കുള്ള സമയം കണ്ടെത്താൻ പറ്റുമോ ശ്രമിക്കുക. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എത്രയൊക്കെ വീടുകൾ അത് പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറ്റിയില്ലെങ്കിൽ കൂടെ നമ്മൾ തന്നെ അതിനൊരു സമയം കണ്ടെത്തുക, രാവിലെ വൈകുന്നേരം. അത് ലൈഫിൽ ഇനി മുതൽ അങ്ങോട്ട് മസ്റ്റാണ്. അതിനൊരിക്കലും ഒരു മാറ്റം വരില്ല. നമ്മൾ ആദ്യമേ തന്നെ അടിവരയിട്ട് ഉറപ്പിക്കുക. ബൈബിൾ വായിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണോ അതിൻ്റെ രീതിയിൽ പ്രാർത്ഥനയും നമ്മുടെ ഒരു മനസ്സമാധാനത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് അതിലായിരിക്കും നമ്മുടെ ദിവസം തുടങ്ങേണ്ടത്. പിന്നെ നമ്മൾക്ക് നമ്മളുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ ഓരോ ജോലികൾ നമ്മൾ ചെയ്തു തീർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യം, ഒരു 10 മുതൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യായാമം നമുക്ക് വേണ്ടിയിട്ട്, ഒന്നുമല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു വാക്കിംഗ് അല്ലെങ്കിൽ ചെറിയൊരു വാമപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും, അത് നമ്മൾ ഇതിൻ്റെ കൂടെ യോഗയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ യോഗയൊക്കെ ചെയ്യുക. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ ഈ ഘട്ടത്തിൽ. ഇതൊക്കെ നമ്മളെ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ മാത്രമാണ് അത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ഹോബി, നമുക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങൾ, കുറച്ച് പെറ്റ്സിന് കൂടെ സമയം ചെലവഴിക്കുകയോ ഗാർഡനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ദിവസത്തെ കാര്യം ഞാൻ പറയണേ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം അങ്ങോട്ട് തീർക്കാനായിട്ട് പറ്റും. നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് ഗാർഡനിങ് അല്ലെങ്കിൽ പെറ്റ്സിന്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അയ്യോ എന്നെ കൊണ്ട് ഒന്നും വയ്യ, ഒന്നും പറ്റില്ല, ഒന്നും വേണ്ട, അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ലൈഫിൽ നിഘണ്ടുവിൽ ഉണ്ടാവരുത്. മക്കളുടെ കൂടെ പുറത്തു പോകാൻ കിട്ടുന്ന അവസരങ്ങൾ പുറത്തു പോവുക, ഹസ്ബൻഡിന്റെ കൂടെ പുറത്തു പോകാൻ പറ്റുന്ന അവസരങ്ങൾ പുറത്തു പോവുക. എനിക്ക് തോന്നുന്നു ഒരു 3 മണി കഴിഞ്ഞു. ഇപ്പം രാവിലെ ഉച്ച വരെ എനിക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടൈലറിംഗ് സെക്ഷനിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഇനിയിപ്പോൾ 3-3:30 ഇനി എൻ്റെ മുന്നിൽ ഈ വീഡിയോ എടുക്കുക, ഇത് എഡിറ്റ് ചെയ്യുക. എടുത്തു വെച്ചാൽ എപ്പോഴും നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ കൂടെ സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാർ, എനിക്ക് 3 ആൺകുട്ടികൾ, അവർ പോകാൻ വേണ്ടി അവർ സംസാരിക്കണം കേട്ടപ്പോൾ ഞാൻ ചാടി കയറി പറഞ്ഞു എനിക്ക് ടിക്കറ്റ് വേണം, എനിക്ക് എന്നെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് അവിടെ പോയി സിനിമ ഇഷ്ടപ്പെട്ടില്ല 2-2.5 മണിക്കൂർ അതൊരു രസമല്ലേ. പിള്ളേരോടെ പോയി ആ പോപ്കോണൊക്കെ കഴിച്ച് അതൊരു രസം. ഞാൻ അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അച്ചാച്ചനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഏട്ടനെയും പറയുന്ന അച്ചാച്ചന് ആൾക്കാണെങ്കിൽ പഴയ കാലത്തെ സിനിമകൾ, അതായത് മമ്മൂട്ടി മോഹൻലാൽ ആ ജനറേഷൻ്റെ സിനിമകളെ പിടിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകളൊന്നും ആൾക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ആൾ വരില്ല. പക്ഷെ നമ്മളിനിയിപ്പോൾ അവരൊക്കെ അഭിനയിച്ച സിനിമ കാണുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ എത്രത്തോളം സിനിമകൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിള്ളേരുടെ കൂടെ അവരുടെ ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിലും ഞാൻ പോകും. കാരണം എൻ്റെ മനസ്സിൽ എത്രയേ ഉള്ളൂ, അവരുടെ കൂടെ ജസ്റ്റ് ഒരു ഔട്ടിങ് സെക്കൻഡ് ഷോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണം, പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ കിടക്കേണ്ട ഒരു സമയമാണ്. കിടക്കണത് 2 മണിക്കൂർ വൈകി കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ഒരുവിധം എല്ലാ സിനിമകളും ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ വൈകുന്നേരത്തെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അങ്ങനെ തന്നെ നാളത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ നമുക്ക് ഹാപ്പി ആവാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ പറയാം. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ ബോറടി ആവില്ലേ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കാര്യം, എനിക്ക് നെഗറ്റീവ് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ. അപ്പോൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് നെഗറ്റീവ് കേൾക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതിപ്പോൾ പോസിറ്റീവ് ആയാലും കേൾക്കണമെന്നെങ്കിൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് പറയാം. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കസ്റ്റമർ അവർ ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള കാരണം കേട്ടോ ഞാൻ പറയണത്. അവരെൻ്റെ അടുത്ത് നിന്ന് 1000 രൂപ താഴെയുള്ള കുർത്തികൾ വാങ്ങിച്ചിരുന്നപ്പോൾ ഞാൻ അവർക്ക് നല്ലൊരു ഡിസൈനർ ആയിരുന്നു. കാരണം അവരുടെ സൈസ് മാത്രമേ എന്നോട് പറയാറുള്ളൂ, ബാക്കി ഒന്നും പറയാറില്ല. കാരണം അവരെന്നോട് പറയണത്, നിങ്ങൾ നല്ലൊരു ഡിസൈനറാണ്, നിങ്ങൾ ചെയ്തു തരുന്ന എല്ലാം എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുത്ത ഒരാൾ എൻ്റെ ഒരു കുർത്തി 2000 മേളിൽ പോയി കുർത്തി എടുത്തു കഴിഞ്ഞപ്പോൾ അത് ആള് വിചാരിച്ച പോലെ 2 കുർത്തിയുടെ റേറ്റ് ആണെന്ന് വിചാരിച്ചു 2000. അപ്പോൾ അതിൽ പ്യൂർ അജ്രക്കാണ്, അതിൽ ഹാൻഡ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. ആ ഒരു പ്രൊഡക്റ്റ് എടുത്തതിൻ്റെ പേരിൽ ആൾക്ക് ഞാൻ മോശക്കാരിയായി, എൻ്റെ പ്രൊഡക്റ്റ് മോശമായി, ഞാൻ വിൽക്കുന്നതെല്ലാം മോശമായി. അവർ വളരെ എന്താ പറഞ്ഞേ, അതുവരെ ഞാൻ നല്ല ഡിസൈനറാണ്, എനിക്ക് നിങ്ങളിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ കുർത്തിയിൽ എന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു പ്രൊഡക്റ്റ് കൈ കിട്ടിയപ്പോൾ തന്നെ അവർ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് എൻ്റെ പ്രൊഡക്റ്റുകൾ മോശമാണ്, എൻ്റെ ഷോപ്പ് മോശമാണെന്നൊക്കെ പറയാൻ ഒരു മടിയും കാണിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എത്ര പെട്ടെന്ന് ആളുകൾ മാറുന്നത് അല്ലേ. അത് അവർ ചിന്തിച്ചാൽ മതി. അവർ ആ പ്രൊഡക്റ്റ് എന്നും വാങ്ങിച്ചിരുന്ന പ്രൊഡക്റ്റ് അല്ല അത് നമ്മളിപ്പോൾ ഞാൻ ഒരിടത്ത് ആർക്കും ഒരു വാക്ക് തരുന്നില്ല, ഞാൻ 1000 രൂപ താഴെയുള്ള കുർത്തികളെ വിൽക്കുള്ളൂ എന്ന്. ഒരിക്കലും ഞാൻ എവിടെയും ഒരു പ്രോമിസ് ആർക്കും കൊടുത്തിട്ടല്ല ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുറച്ച് സംഭവങ്ങളിലൂടെ ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് എൻ്റെ കൂടെയുണ്ട്, അവർക്കത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയൊരു ബിസിനസ്സുകാരിയൊന്നുമല്ല. ഞാൻ എൻ്റെ ഫ്രീ ടൈം ഒന്ന് എൻഗേജ് ആവാൻ വേണ്ടി ചെയ്തു തുടങ്ങി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഈ ബിസിനസ്സിൽ ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോവാമെന്നോ അല്ലെങ്കിൽ ഒത്തിരി ഹൈക്ക് ആവാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒത്തിരി ഫ്യൂച്ചർ പ്ലാനുകൾ ഒന്നും ഉള്ള ഒരാളല്ല. ഞാൻ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട്, എൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഫ്രീ ടൈം ഒന്ന് നല്ല രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആലോചിച്ച് എൻ്റെ ഇഷ്ടം, എൻ്റെ പാഷൻ ഞാൻ പൊടി തട്ടിയെടുത്തതാണ്. അങ്ങനെ ഞാൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ ഞാൻ ആരുടെ അടുത്തും ഇത്ര രൂപ താഴെ, എനിക്ക് ആരും ഒരു കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ എനിക്കില്ല. ഞാൻ ആരുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്ന കോമ്പിനേഷൻസും പാറ്റേണും ഞാൻ എൻ്റെ ടൈലറോട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് ഒരു 90% ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. ബാക്കി കുറേയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ട്, എന്നാലും മെജോറിറ്റി ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരെ വേണ്ട, എനിക്ക് അങ്ങനെയുള്ളവരെ വേണ്ട, അങ്ങനെയുള്ളവരെ തരുന്ന ബിസിനസ് എനിക്ക് വേണ്ട. എൻ്റെ കൂടെ ഞാൻ തരുന്ന പ്രൊഡക്റ്റ് ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്നവർ മാത്രം മതി. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലാരും ഒന്നും വിഷമം വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്നോട് നേരിട്ട് എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇൻട്രോ കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് സ്ക്രോൾ ചെയ്ത് കാണുക. നമ്മൾ ഇന്ന് കാണുന്നത് മൊഡലിൽ വന്നിട്ടുള്ള കുറച്ച് സ്റ്റോൾസിൻ്റെ കളക്ഷൻസ് ആണ്. ഇതിൽ ആദ്യത്തേതാണ് കേട്ടോ ഇത്. നമ്മളിന്ന് കാണുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും വിഡ്ത്ത് വന്നേക്കുന്നത് 24 ഇഞ്ചും ഇതിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് 2.25 മീറ്ററുമാണ്. ബാക്കി പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ കേട്ടോ. ആദ്യത്തേതാണ് ഈ വരുന്നത്. ബേസ് കളർ ഒരു മെറൂൺ ആണ്, റെഡ് എന്നൊക്കെ പറയാം. അതിൽ ബ്ലാക്കിൻ്റെയും ബ്ലൂവിൻ്റെയും ചിക്ക് കളറിൻ്റെയും കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് പ്രിന്റ്. പ്രൈസ് 799. വീഡിയോ വന്ന് 24 hours പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 799 ആണ്.
ഇതാണ് അടുത്തത്. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതാണ് അടുത്ത സ്റ്റോൾ വന്നേക്കുന്നത്. അടുത്തതിലെ പ്രിന്റ് ഇങ്ങനെയാണ്. ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത്. ഇതാണ് അടുത്തത്. ബേസ് കളർ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അതിൽ ബ്ലൂവിന്റെയും മെറൂണിന്റെയും ചിക്ക് കളറിന്റെയും കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് അടുത്ത സ്റ്റോൾ. ഇത് നമ്മൾ കാണുന്നത് ബേസ് കളർ ബ്ലൂ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൽ മെറൂണിന്റെ അതുപോലെ ചിക്കു കളറിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് അടുത്ത പ്രിന്റ്. ഇതാണ് അടുത്തത്. ഇതൊരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാവേ. നല്ല കംഫർട്ടബിൾ ആണ് ഇത് മാനേജ് ചെയ്യാനായിട്ട്. ഇതിന്റെ വിഡ്ത്ത് വന്നേക്കുന്നത് ഒരു 24 ഇഞ്ചും അതുപോലെ ലെങ്ത് വന്നേക്കുന്നത് 2.25 മീറ്ററുമാണ്. അത്യാവശ്യം ലെങ്ത് വിഡ്ത്തും ഉള്ള ഒരു സ്റ്റോളാണ്. നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതാണ് അടുത്തത്. ഇത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ. ചിലപ്പോൾ ഞാൻ കാണിച്ചു തന്നെ ബൈ മിസ്റ്റേക്ക് കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കുന്നത്. ഒത്തിരി കാണുമ്പോൾ അത് കൺഫ്യൂഷൻ ആവും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് എക്സ്ക്യൂസ്. ഇതാണ് അടുത്തത്. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതാണ് അടുത്ത പ്രിന്റ്. ചെറിയ പ്രിന്റുകൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. ഇതാണ് അടുത്തത്. ഇനിയിപ്പോൾ ഈ സ്റ്റോളിന് മാച്ച് ചെയ്യുന്ന മൊഡാലിന്റെ ഫാബ്രിക് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരുമ്പോൾ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് കാണിക്കാൻ കേട്ടോ. ഈ കളറിലുള്ള റണ്ണിങ് ഫാബ്രിക് ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. അടുത്തത് ഇങ്ങനെ വരും. ഇതാണ് അടുത്ത പ്രിന്റ്. അടുത്ത സ്റ്റോൾ ഇങ്ങനെ വരും. നമ്മളിപ്പോ കാണുന്നത് മൊഡാലിൽ വന്നിട്ടുള്ള സ്റ്റോൾസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാണ് അടുത്തത്. പ്രിന്റ് ഇങ്ങനെ വരും. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ആണ് ബേസ് കളർ. അതിൽ ബ്ലാക്കിന്റെയും മെറൂണിന്റെയും ചിക്ക് കളറിന്റെയും കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. മൊഡാലിൽ വന്നിട്ടുള്ള സ്റ്റോൾസ് ആണ്. ഇതിന്റെ വിഡ്ത്ത് വന്നേക്കുന്നത് 24 ഇഞ്ചും ലെങ്ത് 2.25 മീറ്ററും ആണ്. ഇതാണ് അടുത്തത്. ഇതാണ് അടുത്ത സ്റ്റോൾ വന്നേക്കുന്നത്. പ്രിന്റ് ഇങ്ങനെ വരും. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇനി നമ്മൾ കാണുന്നത് ബേസ് കളർ യെല്ലോ ആണ്. അതിൽ മെറൂണിന്റെയും അതുപോലെ ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. മൾട്ടി കളർ പ്രിന്റുകളാണ് കേട്ടോ. കോമ്പിനേഷൻസ് ഒക്കെ സെയിം ആണ്. പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസം. ഇതാണ് അടുത്തത്. അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സ്റ്റോൾ വന്നേക്കുന്നത്. ഇതിൽ പ്രിന്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഈ കളർ കോമ്പിനേഷനിൽ ലാസ്റ്റ് പ്രിന്റ് ആണ് കേട്ടോ ഇത്. ഇതാണ് ക്ലോസർ വ്യൂ. ഇനി നമ്മൾ കാണുന്നതിന്റെ ബേസ് കളർ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ്. അതിലൊരു മെറൂണിന്റെയും ബ്ലാക്കിന്റെയും യെല്ലോയുടെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് ആദ്യത്തെ പ്രിന്റ് വന്നേക്കുന്നത്.
ഇതാണ് അടുത്തത്. കുറച്ച് വലിയ പ്രിന്റാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. ഇതിൽ കാണുന്ന ഈ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ഇതിൽ ഏത് കളറും നമ്മൾ ഒരു പ്ലെയിൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇടുകയാണെങ്കിൽ, എന്നിട്ട് അതിന്റെ കൂടെ ഈ ഒരു സ്റ്റോളും കൂടെ ഇടുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് അടുത്തത്. ഈ മൊഡാലിന്റെ ഒക്കെ സ്റ്റോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് മൾട്ടി പർപ്പസ്, അതായത് പലതിന്റെയും കൂടെ നമുക്ക് ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാം. കാരണം ഇതിൽ വന്നേക്കുന്ന കോമ്പിനേഷൻസ് അല്ലെങ്കിൽ കൂടെ വേറെ കളേഴ്സിന്റെ കൂടെ ആണെങ്കിലും ഈ മൊഡാലും അജ്രക്കും പ്രിന്റ് ഒക്കെ വന്നേക്കുന്നത് വളരെ എലഗന്റ് ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നവർക്ക് അറിയാം, ഇത് വളരെ എലഗന്റ് ലുക്ക് തരുന്ന ഒരു ഫാബ്രിക്കും പ്രിന്റും ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സ്റ്റോൾ വന്നേക്കുന്നത്. ഇതിന്റെയും ബേസ് കളർ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ്. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ വന്ന് 24 hours നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പ്രൈസ് വരിക 799 ആണ്. അടുത്ത വീഡിയോയിൽ അടുത്ത കളക്ഷൻസ് ആയിട്ട് കാണാം. ബൈ.